ലോകത്ത് ആര് തന്നെ പറഞ്ഞിട്ടും അതൊന്നും ചെവി കൊള്ളാൻ തയ്യാറാകാതെ മുന്നോട്ട് പോവുകയാണ് അമേരിക്കയും ഇസ്രായേലും. ഗാസയുടെ വിഷയത്തിൽ ഇപ്പോൾ സമ്പൂർണ്ണ വെടിനിർത്തലിനായി താൻ യാചിക്കുകയാണ് എന്നാണ് മാർപ്പാപ്പ ലിയോ 14 ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ലിയോ 16 ഇത്തരമൊരു പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഇസ്രയേൽ ഗസ സിറ്റിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നതും കഴിഞ്ഞ ദിവസം 36 പേരെ ഗസ സിറ്റിയിൽ മാത്രം കൊലപ്പെടുത്തിയതും ആയിരക്കണക്കിന് ആളുകൾ ഗസ സിറ്റിയിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് ജീവഭയത്താൽ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതേ സമയത്ത് തന്നെ അമേരിക്കയിൽ വൈറ്റ് ഹൗസിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ആ മീറ്റിംഗ് ഈ യുദ്ധാനന്തര ഗസയെ എങ്ങനെ നവീകരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ മാറ്റണം, എന്തൊക്കെ പദ്ധതികൾ അവിടെ ആവിഷ്കരിക്കണം എന്നത് സംബന്ധിച്ചൊരു മീറ്റിംഗ് ആണ്. അറ്റേ ടൈമിൽ തന്നെ ഖത്തറും ഈജിപ്തും അമേരിക്കയും ഉൾപ്പെടെ എങ്ങനെ വെടിനിർത്തൽ സാധ്യമാക്കാം എന്ന ചർച്ചയും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു വിരോധാഭാസമായ കാര്യമാണ് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം റോയിട്ടേഴ്സ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വാർത്താ മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് 8 വർഷത്തോളം അവരുടെ സ്ട്രിങ്ങറായി ജോലി ചെയ്തിരുന്ന വനിതാ മാധ്യമ പ്രവർത്തക റോയിട്ടേഴ്സിൽ നിന്നും രാജിവെച്ചുകൊണ്ട് പറഞ്ഞത്, ലോകത്ത് പല യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അഫ്ഗാൻ, ഇറാഖ്, ലിബിയ, അങ്ങനെ തുടങ്ങിയ 5-8 രാജ്യങ്ങളുടെ പേര് പറഞ്ഞ ശേഷം അവർ പറഞ്ഞു, ഈ യുദ്ധങ്ങളിലെല്ലാം കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരെക്കാൾ കൂടുതലാണ് ഗസ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഇസ്രയേലിൻ്റെ അധിനിവേശ സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നാണ്. കണക്ക് പറയുമ്പോൾ 250-നടുത്ത് മാധ്യമപ്രവർത്തകർ ഗസയിൽ മാത്രം കൊല്ലപ്പെട്ടു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാധ്യമപ്രവർത്തകരുടെ കൂട്ട ശവപ്പറമ്പ് കൂടിയാവുകയാണ് ഈ ഗസ എന്ന് പറയുന്ന പ്രദേശം. അവിടെയാണ് മനുഷ്യത്വത്തിൻ്റെ എല്ലാ അതിർവരമ്പുകളും കടന്ന് മനുഷ്യത്വം തന്നെ പറയാൻ കഴിയാത്ത തരത്തിലേക്ക് അവിടെ ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നതും പട്ടിണിയും അനുബന്ധമായിട്ടുള്ള പല സാഹചര്യങ്ങളും ഉയർന്നുകൊണ്ടിരിക്കുന്നതും. എന്നാൽ ഈ ഒരു പ്രദേശത്തെ രക്ഷിക്കുവാനോ ആ ഒരു പ്രദേശത്തേക്ക് ആത്മാർത്ഥമായ ഇടപെടലുകൾ നടത്താനോ ഒരു രാഷ്ട്രവും മുന്നോട്ട് വരുന്നില്ല എന്നതാണ് വാസ്തവം. ഇതേ തുടർന്നാണ് ഗസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിലും പട്ടിണി മൂലവും നിരവധി പേർ മരിക്കുന്നതിനിടെയാണ് സമാധാനത്തിനായി അഭ്യർത്ഥിച്ച് മാർപ്പാപ്പ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. സമ്പൂർണവും സുസ്ഥിരവുമായ വെടിനിർത്തലിനായി താൻ യാചിക്കുകയാണ് എന്നാണ് മാനുഷിക സഹായങ്ങൾ ഗസയിലേക്ക് സുഗമവും സുരക്ഷിതവുമായി പ്രവേശിപ്പിക്കണം, മനുഷ്യാവകാശ നിയമങ്ങൾ പൂർണ്ണമായും ബഹുമാനിക്കപ്പെടണം എന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ യാചന എന്ന തരത്തിൽ ഒരു അഭ്യർത്ഥന ലോകത്തോട് മുന്നോട്ട് വെക്കുന്നത്. വംശഹത്യ, കൂട്ടക്കൊലകൾ അവസാനിപ്പിക്കണം, ഫലസ്തീനികളെ നിർബന്ധിതമായി കുടിയൊഴിപ്പിക്കുന്നതിൽ നിന്നും ഇസ്രയേൽ പിന്മാറണമെന്നുമൊക്കെ അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. മാർപ്പാപ്പയുടെ വാക്കുകൾക്ക് വലിയ പിന്തുണയാണ് വത്തിക്കാനിൽ ഉണ്ടായത് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ആളുകൾ കരഘോഷത്തോടെ അദ്ദേഹത്തിൻ്റെ ആഹ്വാനത്തെ സ്വീകരിക്കുകയാണ്. ആളുകളുടെ കരഘോഷം മൂലം 2 തവണ അദ്ദേഹത്തിൻ്റെ പ്രസംഗം വരെ നിർത്തേണ്ടി വന്നു എന്നതാണ് അതു സംബന്ധിച്ച ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതിനിടെ ഗസയിൽ ഇസ്രയേൽ അടിച്ചേൽപ്പിച്ച പട്ടിണി മരണവും കൂട്ടക്കൊലയും തുടരുകയാണ്. 24 മണിക്കൂറിനിടെ 2 കുട്ടികൾ ഉൾപ്പെടെ 10 പേരാണ് പട്ടിണി മൂലം കൊല്ലപ്പെടുന്നത്. ഗസ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെതാണ് കണക്ക്. ഇതോടെ പട്ടിണി മൂലം മരിച്ചവരുടെ എണ്ണം 313 ഉയർന്നിരിക്കുകയാണ്. ഇതിൽ തന്നെ 119 പേർ കുട്ടികളാണ്. ഭക്ഷണത്തിന് കാത്തുനിൽക്കുന്നവരെ കൊലപ്പെടുത്തുന്നതും ഇസ്രയേൽ സൈന്യം തുടരുകയാണ്. 8 ഫലസ്തീനികളെയാണ് ബുധനാഴ്ച ഭക്ഷണത്തിന് വരി നിൽക്കുമ്പോൾ വെടിവെച്ചു കൊന്നത്. ബുധനാഴ്ച ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഗസയിൽ ആകെ കൊല്ലപ്പെട്ടത് 37 പേരാണ്. ഖാൻ യൂനിസിലെ അൽ നാസർ ആശുപത്രി ആക്രമിച്ച് 5 മാധ്യമ പ്രവർത്തകർ അടക്കം 20 പേരെ ഇതിനു മുൻപുള്ള ദിവസം ഇസ്രയേൽ സൈന്യം കൊലപ്പെടുത്തിയിരുന്നു. റോയിട്ടേഴ്സ് വാർത്താ ഏജൻസിയുടെ ഫോട്ടോ ജേർണലിസ്റ്റ് ഹുസാം അൽ മസ്രി, അൽ ജസീറ ഫോട്ടോ ജേർണലിസ്റ്റ് മുഹമ്മദ് സലാമ, അസോസിയേറ്റഡ് പ്രസ് അടക്കം വിവിധ മാധ്യമ സ്ഥാപനങ്ങൾക്ക് വാർത്ത നൽകിയിരുന്ന മറിയം അബു ദഖ, NBC നെറ്റ്വർക്ക് മാധ്യമപ്രവർത്തകൻ മുആസ് അബു ത്വാഹ, ഖുദ്സ് ഫീഡ് റിപ്പോർട്ടർ അഹമ്മദ് അബു അസീസ് എന്നിവരാണ് കൊല്ലപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ മാധ്യമപ്രവർത്തകർ. ഗസയിലെ ആശുപത്രിയിലെ മരുന്നിൻ്റെയും ചികിത്സോപകരണങ്ങളുടെയും ക്ഷാമവും പ്രയാസങ്ങളും റിപ്പോർട്ട് ചെയ്യാൻ എത്തിയതായിരുന്നു ഇവർക്കിടയിലേക്കാണ് ഇസ്രായേൽ സൈന്യം ബോംബ് വർഷിക്കുന്നത്. മധുവിധുവിൻ്റെ മണം മാറും മുമ്പാണ് മുഹമ്മദ് സലാമയുടെ മരണമുണ്ടാകുന്നത്. യുദ്ധം കൊടുമ്പിരി കൊണ്ട് 2024 മുഹമ്മദ് സലാമ ഫലസ്തീനി മാധ്യമപ്രവർത്തകര ഹല അസ്ഫൂറിനെ വിവാഹം ചെയ്തത്. പല തവണയായി ബോംബിട്ട് തീർത്തും ആസൂത്രിതമായിട്ടുമായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം. ആദ്യം
ആശുപത്രിക്ക് മേൽ നേരിട്ട് ബോംബിട്ടു. രക്ഷാപ്രവർത്തകരും മറ്റു മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെ സംഭവ സ്ഥലത്തെത്തിയപ്പോൾ വീണ്ടും ബോംബിട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. യുദ്ധം ആരംഭിച്ച ശേഷം 274 മാധ്യമപ്രവർത്തകരെയാണ് ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയത്. waytonikah.com, the exclusive Muslim matrimonial site.